മാവേലടാ ചുക്കരയല്ലേ ഒന്ന് വാ വിളിച്ചേ. എനിക്ക് വേണ്ടതല്ലേ അടി അച്ഛന്റെ തനി സ്വഭാവം ചെക്കന് അങ്ങോട്ട് കുടിച്ചേ. അവന് പിന്നെ അവന്റെ തന്തയുടെ അല്ലാതെ ഏതോന്റെ സ്വഭാവം അടി നിനക്ക് വേണ്ടത്? ഒരു 1000 rupees മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിൽ നിന്ന്. വക്കീലടിച്ച് മാറ്റിയാണോ? തൊണ്ടിമതില കണ്ടു കിട്ടിയിട്ടുണ്ട് അൽമാരിന്ന് 2 പുതിയ സാരീസ്. ഇതേതാ വകുപ്പ്? ചോദിച്ചാൽ എത്ര പറയണേ? പണ്ട് എന്റെ വക്കീലാഫീസിന്റെ തിണ്ണെ വന്ന് നിന്ന് ഇഷ്ടമാ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫീസ് തരാതെ കേസ് വാദിപ്പിച്ചിട്ടില്ലേ കുറെ കാലം. ആ വകുപ്പിൽ അങ്ങ് കൂട്ടിയാ മതി. അയ്യോടാ, അന്ന് നാട്ടിൽ വേറെ വക്കീലന്മാരില്ലാത്ത പോലെ ഒരുത്തി ചുമ്മാ ബോർഡും വെച്ച് ആന്ന് വായം പിടിച്ചിരിക്കുന്നല്ലോ. രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി അച്ഛൻ സഹായിച്ചപ്പോ പിന്നെ ഓട്ടോ പോക്കറ്റ് കൊണ്ട് നിന്റെ അച്ഛനങ്ങ് ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട്. ഫീസ് തരാൻ കാശുമില്ല. രാവിലെ വന്ന് കേറുമ്പോ മുതല് ചായ, സിഗരറ്റ്, കണ്ണി കണ്ട പുസ്തകങ്ങള്, പിന്നെ വൈകിട്ട് ഇത് എല്ലാം പാവം അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അച്ഛൻ എന്തായാലും അമ്മ കല്യാണം കഴിച്ചില്ലേ? ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങോട്ട് പോയാലും അപ്പൂനെ കൊണ്ട് അന്ന് ഇല്ലടാ കൊരങ്ങ. സത്യമായിട്ടുണ്ട്. ഇല്ലേ അച്ഛാ? ഉണ്ട് മക്കളെ, ഉണ്ട്. ഇതിനകത്ത് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുറുപ്പന്ത രാവിലെ തന്നെ. അയ്യോ, ഇതേപോലെ എന്നെ അറിഞ്ഞോണ്ടാ ഇന്ന് ഓട്ടോ സമരമല്ലയോ? കുഞ്ഞിനെ ഇവിടെ ഉണ്ടായോ? ഞാനല്ല, പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പാട് ചെയ്തതാ. എന്റെ വണ്ടിയിലോട്ട് ഇരുത്തിക്കോ, ഞാൻ വിട്ടേക്കാം. കുഞ്ഞു വന്നാട്ടെ. അല്ല, നീ ഇതെങ്ങോട്ടാ? ഒന്ന് ചമഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയുവാ ഞാൻ. അപ്പൂന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം, ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ. ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം. നീ കൂടെ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. നിനക്ക് തന്താടി ഒരു ഗൗ? എന്തു പറ്റി? നിനക്കെന്താ പേടിയുണ്ടോ? IG ബാലു എന്നെ പിടിച്ച് മൂക്കി കെറ്റി കളയും, അതല്ലേ? അവനെ മൂക്കിന്റെ ദ്വാരം അത്രയ്ക്ക് വലുതായിട്ടില്ല. നീ വാ, കാഴുത. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ, കാണാൻ പറഞ്ഞു. ആര്? സർ, IG ബാലഗോപാല സാറ്. കണ്ടോളാം. അല്ല സർ, ഇപ്പൊ തന്നെ. സർ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മ ഒഴിക്കാൻ പോവാ. അയ്യോ, ഞാൻ വന്നോളാം. വന്ന് കേറിട്ടേ ഉള്ളൂ. ഓക്കെ. IG ബാലു ചെന്ന് കാണാൻ. സാർ പെട്ടി എന്റെ മണ്ടയിലോട്ട് വെച്ചു. അയ്യോ സാർ, ഇവിടെ വെച്ചിട്ട് പോടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതെന്തുവാടാ, ബാറോ? രാവിലെ കേറി വന്ന് കമത്താൻ? അത് പിന്നെ ഇദ്ദേഹം വൈകുന്ന് കണ്ടപ്പോ ഞങ്ങളൊരു രസത്തിന്. ഞങ്ങളല്ല സാർ. അതിങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാടാ. അയ്യോ, അപ്പൊ ഞാൻ നീ വേണേ വേറെ വഴി. ഓക്കെ ഓക്കെ. അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ. ഓലൊക്കെയുടെ മൂട് എങ്ങനായിരുന്നടാ? തീർത്തും തല്ലിയോ? നല്ല ഫസ്റ്റ് മേലാഫീസർ. നീ മിണ്ടരുത്, ഇതാണുങ്ങള് തമ്മില്. മോരങ്ങോട്. എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസാ? അതേടാ, നീ കൽപ്പിച്ചതുപോലെ 2 ദിവസം ഉറക്കളച്ചിരുന്നു, ഫോൺ ചെയ്തു, മെയിൽ അയച്ചു. ഇത് ഗോവ ഇന്റലിജൻസ്, ഇത് ഗോവ ക്രൈം ബ്രാഞ്ച്, ടെലിഫോൺസ് ഗോവ, സെൻട്രൽ നാർക്കോട്ടിക്സ് കൺട്രോൾ, ഇത് ഫോട്ടോഗ്രാഫ്സ്, ഇത് ക്രൈം റെക്കോർഡ്സ്, എല്ലാം കണക്റ്റഡാ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊടുത്ത് അയപ്പിച്ചതാ അവര്, ബൈ ഹാൻഡ്സ്. മാഡം. എടാ, ഞാനൊരു 2 വർഷം IB ഡെപ്യൂട്ടേഷൻ ഇരുന്നപ്പോഴത്തെ എന്റെ ചീഫ് ബാംഗ്ലൂര് മാഡം ആബിദ പർവേസ് IPS, ഇപ്പോ ഗോവ ADGP ഇന്റലിജൻസ്. എന്നാടാ ഓൺ ചെയ്. കാരുണ്യദീപം, മറ്റേ ബഹൻ ബാക്ക്ഗ്രൗണ്ട്സ്. പോട് പോട്. അയ്യോ, നിനക്ക് പോണം. 12 മണിക്ക് ക്ലബിലെത്തണം. റമ്മി ടൂർണമെന്റ്. നീ ഉദ്ഘാടനം, അതല്ലേ? പോ പോ പോ. താങ്ക് യു സാർ. ഈ കാരുണ്യദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ. സ്വാമി ഹർഷാനന്ദ എസ്കോപ്പ്. പിന്നെയാ സ്വാമിയായത്. ആള് സമാധിയായി പോയി. ഇത് ഗോവ XMB ജോസഫ് കോർഡ. ഇയാളൊരു 6 മാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 മാസമല്ല സാർ, 5 മാസം. ശശികല നന്ദേക്കർ മിനിസ്ട്രിയിൽ ഒരു സ്കാനിൽ പെട്ട് പുറത്തുപോയി. 4 വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ചു വന്നു.
ആരും ഫ്ലൈറ്റിൽ ബൈ ഹാൻഡ് കൊടുത്തയച്ച ഇൻഫർമേഷൻ അല്ല, ഉം. പത്രം വായിച്ചെന്റെ ഓർമ്മ. ഇത് ഇറ്റലിക്കാരൻ ബെർണാഡോ ലൂസിയാനോ. ഇയാൾക്ക് ചില ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസിയാനോയ്ക്ക്. ഹോവിറ്റ്സറോ ഹെലികോപ്റ്ററോ പീരങ്കിയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. സർ, ഇത് ഹെലൻ കോർഡ, ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ. 3 ആംഗ്ലമാരും ഉണ്ട് മോളില്. കോഡ ബ്രദേഴ്സ്, കൺട്രോളിംഗ് ഗോവാസ് മൈറ്റിയസ്റ്റ് ഡ്രഗ് കാർട്ടൽ അല്ലേ? ആ, അത് തന്നെ. ഇവളുടെ കീഴെ വരും നീ പറഞ്ഞ കാരുണ്യദീപം ബഹൻ. ഇവക്കിപ്പോ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അവിടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ട്ണർ ദാ ഇവൻ സേതുമാധവൻ അഥവാ മോഹൻദാസ്. 2 ആഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില്. എന്താടാ, നീ അറിയോ ഇവനെ? സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ? നോ സർ, ബട്ട് താങ്ക്സ്. ആ, IPS കൺഫേർഡ് ആണെന്നേ ഉള്ളൂ. ബുദ്ധി ഡയറക്റ്റാ പഠിച്ചോ നേരിട്ട് തന്നത്. ഹെ, പോടാ പോടാ. ഹെ. കൺഗ്രാറ്റ്സ്. പുതിയ പോസ്റ്റിങ്ങിന് എങ്ങനെ കിട്ടി കസ്റ്റഡിയിലെ സോൺ ചീഫിനെ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു. പിന്നെ തക്കം കിട്ടിയപ്പോ ഐ ജസ്റ്റ് കിഡ്നാപ്ഡ് ഹിം. എന്താടാ, നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ? നരി, ഐ ഡോണ്ട് നോ. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിൽ ഒരു പേടിയാ സേതു. അവനെ ഒരു 10 വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ 100, 1000, 10000, ലക്ഷം, അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിലൊരുവൻ. അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടവൻ പാടുള്ളൂ. ഒരു നരേന്ദ്രൻ. ഐ ബ്ലഡി പിക്ക് യു ബാലു, പിക്ക് യു. എന്ത് തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാന്? പറയല്ലേ, വിട്ടുകോണം അതുണ്ട്. ഒരു ഐഡിയ, അതും ഇദ്ദേഹത്തെ പോലെ ആളെ അടച്ചിട്ട മുറിയിൽ ആണേലും ഒന്ന് കൈവെക്കാനൊത്ത സന്തോഷക്കാരി ഒഴിച്ചുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയക്കണം. ഒരു ചൂരടിക്കുന്നുണ്ട് ശത്രുവിന്റെ, കരുതണം. സത്യം, ബെറ്റർ ബി ഓൺ ഗാർഡ് സേതു. ബാലു, എന്റെ ഓർമ്മയില് 8 വയസ്സുള്ളപ്പോഴാ നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയിലിൽ കയറുന്നത്. ഇവളെ എന്നെയും ഇവിടെ ഏൽപ്പിച്ചിട്ട് അപ്പൊ മുതൽ ഈ മിടിപ്പ് വരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും, ശത്രുപാളയത്തിൽ എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ആം ഓൺ ഗാർഡ്. ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു, എന്നെ രക്ഷിക്കണം, എന്നെ മാത്രം രക്ഷിക്കണം. അതൊരു കരാറാ. ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന്. ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു. മനസ്സിലായില്ല എന്നല്ലേ? മനസ്സിലാവില്ല. ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ. അത് അപ്പിച്ചായിക്ക് മനസ്സിലാവും. അപ്പിച്ചായിക്ക് മാത്രം. ഒട്ടക്കം വരെ അല്ലേ ഓൾഡ് മാൻ? ഹെലൻ, യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും. യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം. എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം. സേതു ഞൊട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേഴ്സിനോട്. ഹലോ, യെസ് യെസ്. ബഹൻ ആ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു. നരി, നരി